എല്ലാവർക്കും നമസ്കാരം. ആർമൈ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ജാറിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കുരുമുളക് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതാ ഞാനൊരു പിടി പച്ചക്കുരുമുളക് ചേർക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ അയലമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്. കൊണ്ടില്ല 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ നല്ലൊരു ഫുൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. കാരണം കൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിന് ചേർക്കുന്ന കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അല്ലെ നമുക്ക് അടച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായി നല്ല പേസ്റ്റും അല്ല, എന്നാൽ പച്ചക്കുരുമുളകിൻ്റെ ചെറിയൊരു കരകരപ്പ് കിടക്കുന്നുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ആ ഫിഷ് ഞാൻ നന്നായി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. കാരണം അയലമീൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം. എന്നാലേ മസാല എല്ലാം നന്നായി ഉള്ളിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, നമുക്ക് മസാല മുഴുവൻ ഇട്ട് കൊടുക്കാം. എപ്പോഴും മീൻ നമ്മൾ മസാല ചേർക്കുമ്പോൾ കൈ കൊണ്ട് മസാല പുരട്ടി കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്നാലും നന്നായി ഉള്ളിലേക്ക് എല്ലാം മസാല പിടിക്കുകയുള്ളൂ. ഇതുപോലെ നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായി മസാല ഇറങ്ങിക്കിട്ടും. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവൂ. അപ്പോൾ അതിനായി ഞാൻ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫിഷ് ഫ്രൈക്കൊക്കെ എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം നല്ലത്. ഇനി ഇതിലേക്ക് ഒരതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എപ്പോഴും കറിവേപ്പില നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മീൻ എപ്പോഴും അടി പിടിക്കില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നിട്ട് കൊടുക്കാം. ഞാനിപ്പം മീൻ മുറിച്ചിട്ടൊന്നുമില്ല, ഫുൾ മീൻ തന്നെ ഇടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്താൽ പിന്നെ തീ നന്നായി കത്തേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വേണം കത്തിക്കാൻ, ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലാകുമ്പോൾ നന്നായി വേവും ചെയ്യും, മസാലയെല്ലാം നന്നായി ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. കണ്ടപ്പോൾ കണ്ടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായി വിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരു വശം കണ്ടേ. നന്നായി ഞാൻ മൊരിയിച്ചെടുക്കുന്നില്ല. മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും മീൻ ആ മൊരിയലിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഫിഷിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കണ്ടോ, ബാക്കിയും കൂടെ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു വശം നന്നായി പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയും മീനും എല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാണ്, ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം. എപ്പോഴും ഫിഷ് ഫ്രൈയുടെ കൂടെ കുറച്ച് സവോളയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് സവോളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഫിഷ് ഫ്രൈ സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് തീർച്ചയായും ചെയ്ത് നോക്കണം. കാരണം ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.